നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭാവഗായകന് പ്രണാമമർപ്പിച്ച് കേരളം. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം നാളെ. സംസ്കാര ചടങ്ങുകൾ നടക്കുക എറണാകുളം പറവൂർ ചേന്ദമംഗലം പാലയത്ത് തറവാട്ടിൽ. പ്രിയ ഗായകന് അന്ത്യോപചാരമർപ്പിക്കാൻ തൃശ്ശൂരിലെത്തിയ ആയിരങ്ങൾ. വാളയാർ കേസിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതിയാക്കിയ CBI നടപടി അപലപനീയമെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ. കേസ് അന്വേഷണത്തിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നും CBIക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. വാളയാർ കേസിന്റെ നിജസ്ഥിതി പൊതുജനത്തെ അറിയിക്കാൻ 25-ന് കാൽനട ജാഥ നടത്തും. മാലിന്യമുക്ത നവകേരളം. പരതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണാക്കി പ്രഖ്യാപിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ വേണമെന്ന് അധികൃതർ. ഷൊർണൂരിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. എറണാകുളം പറവൂർ ചേന്ദമംഗലം പാലയത്ത് തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ. അമല ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇന്നു രാവിലെ പൂങ്കുന്നത്തെ വസതിയിലെത്തിച്ചു. ആയിരങ്ങൾ ഭാവഗായകന് അന്ത്യോപചാരമർപ്പിച്ചു. വസതിയിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചു. ആയിരങ്ങളാണ് ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. മന്ത്രിമാരും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. മലയാളത്തിന്റെ ഗായകൻ എന്ന നിലയിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി മലയാളത്തിൽ മാത്രമല്ല 6ഓളം ഭാഷകളിൽ പാടുകയും അത് അതിഗംഭീരമായി മലയാളിയുടെയും ലോകത്തിന്റെയും മുമ്പിൽ എത്തിക്കുകയും ചെയ്തൊരു ഭാവഗായകന് കേരളം യാത്ര പറയുമ്പോൾ ഒരു തലമുറയുടെ പ്രത്യേകമായൊരു ഘട്ടം അവസാനിക്കുകയാണ്. മലയാളത്തിലെ സംഗീതത്തിന് എല്ലാവർക്കും പാടാൻ കഴിയുന്ന ലാളിത്യമായ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നിരവധി ഗാനങ്ങളുടെ ഉടമയായിരുന്നു. ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിമാന ഭാജനങ്ങളിൽ ഒരാളാണ് വിടവാങ്ങിയത്. നന്നേ ചെറുപ്രായം മുതൽ നാഷണൽ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ മൃദംഗത്തിലും ലളിത സംഗീതത്തിലുമെല്ലാം സമ്മാനങ്ങൾ വാരിക്കൂട്ടി സ്കൂളിൻ്റെ അഭിമാനമായി മാറുകയും അധ്യാപകരുടെയും സഹൃദയ ലോകത്തിൻ്റെയും എല്ലാം ഓമനയായി മാറുകയും ചെയ്ത ശ്രീ ജയചന്ദ്രനെ ജയൻകുട്ടനായും ജയചന്ദ്രൻകുട്ടനായും ഒക്കെ കാണുന്ന മുതിർന്ന തലമുറ ഞങ്ങളോടൊപ്പമുണ്ട്. ജയചന്ദ്രന് പകരം വയ്ക്കാൻ മറ്റൊരു ജയചന്ദ്രനില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജയചന്ദ്രന് പകരം വേറൊരു ജയചന്ദ്രനില്ല. അത് മലയാളിയെ സംഗീത ആസ്വാദകരെ വേദനിപ്പിക്കുന്നൊരു കാര്യം. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മാത്രമാണ്. മലയാള ഗാനശാഖയെ സമ്പന്നമാക്കിയ ജയചന്ദ്രന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്ന് VM സുധീരൻ പ്രതികരിച്ചു. എത്രയോ തലമുറകൾ ചലച്ചിത്ര മേഖലയിൽ കടന്നു വന്നു. പക്ഷേ തലമുറകൾ മാറിയെങ്കിലും ജയചന്ദ്രൻ്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസവുമില്ല. മലയാളികൾ എവിടെയിരുന്നും ആസ്വദിച്ചിരുന്ന ആ നാദം ഇത് ഇല്ല എന്നുള്ളത് നമുക്കൊരു വലിയ നഷ്ടമാണ്. വ്യക്തിപരമായ നഷ്ടമാണെന്നും സഹോദരതുല്യ ബന്ധമായിരുന്നു ജയചന്ദ്രനുമായി ഉണ്ടായിരുന്നതെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. വ്യക്തിപരമായിട്ടും ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ്. 2 സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. പരിചയപ്പെട്ട കാലം മുതൽ 66 മുതൽ 58 കൊല്ലത്തെ സാഹോദര്യമാണ്. ഒരു എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ, എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ജയൻ. അതാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്ക് രണ്ടുപേരും മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്നവരാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും. പക്ഷേ ഞങ്ങൾ 58 വർഷത്തിൽ ഒരിക്കൽ പോലും പിണങ്ങിയിട്ടില്ല. ശനിയാഴ്ച രാവിലെ 8:30യോടെയായിരിക്കും മൃതദേഹം പറവൂർ ചേന്ദമംഗലത്തേക്ക് കൊണ്ടുപോവുക. നാളെ വൈകുന്നേരം 3:30ക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ജയചന്ദ്രന്റെ വിയോഗത്തിൽ കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ മറ്റ് പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിയ ജയചന്ദ്രന്റെ വിയോഗം അപ്രതീക്ഷിതമായെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ. ഇന്നലെ വൈകിട്ടോടെ വീട്ടിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. വൈകിട്ടോടെ വീട്ടിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ സാധ്യമായതെല്ലാം ചെയ്തെങ്കിലും രക്ഷിക്കാനായില്ലെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. പെട്ടെന്ന് കണ്ടീഷൻ മോശമായി. ഒരു 7:30 ആയപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുവന്നു. നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, റീസസിറ്റേഷന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ 7:53 ആയപ്പോൾ നമുക്ക് ജയേട്ടനെ നഷ്ടപ്പെട്ടു. കരൾ സംബന്ധമായ അസുഖങ്ങളായിരുന്നു, കുറച്ച് നാളായിട്ട് ചികിത്സയിൽ ആയിരുന്നു. മലയാളിയുടെ ആത്മദുഃഖങ്ങളിലൊന്നാണ് പി ജയചന്ദ്രൻ എന്ന ഭാവഗായകന്റെ വിയോഗമെന്ന് പി ബാലചന്ദ്രൻ MLA പറഞ്ഞു. ആദ്യകാല കലോത്സവങ്ങളിലെ മൃദംഗ ചക്രവർത്തിയായാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നതെന്നും MLA പ്രതികരിച്ചു. കലോത്സവത്തിന്റെ ചിലങ്ക അഴിക്കുന്നതിന് മുമ്പ് ആദ്യപാദങ്ങളിൽ കലോത്സവത്തിന് മൃദംഗ ചക്രവർത്തിയായി യേശുദാസിന്റെ ക്ലാസിക്കൽ സംഗീതത്തിന് മൃദംഗം വായിച്ച ജയേട്ടനാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. ഭാവഗായകനായ ജയേട്ടന് ഞങ്ങളുടെയൊക്കെ ശബ്ദസൗകുമാര്യങ്ങളുടെ ഏറ്റവും അങ്ങേ തലക്കിൽ, വേദനകളുടെ, പ്രയാസങ്ങളുടെ എല്ലാറ്റിനെയും അങ്ങേ തലക്കിൽ പ്രതിനിധീകരിക്കുന്ന രണ്ടുപേരാണ് ജയേന്ദ്രനും യേശുദാസും. വലിയ സംഗീതജ്ഞൻ എന്ന ഭാവം ഒട്ടുമില്ലാതെ വലിയൊരു സുഹൃത്ത് വലയം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു പി ജയചന്ദ്രൻ എന്ന് നടൻ രാമു പറഞ്ഞു. സിനിമയിലെ ആദ്യകാലത്ത് സഹോദര തുല്യമായ സ്നേഹമാണ് എല്ലാവരോടും അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്നും തനിക്ക് ജ്യേഷ്ഠന്റെ സ്ഥാനത്തായിരുന്നു പി ജയചന്ദ്രനെന്നും രാമു ഓർത്തെടുത്തു. ജയേട്ടന് 83 അടുപ്പാണ്. മദ്രാസിൽ ചെന്ന അദ്ദേഹം മദ്രാസിലാണ് താമസിച്ചത്. ഒരു സഹോദര തുല്യമായിട്ടുള്ള സ്നേഹമായിരുന്നു ഞങ്ങൾ. പിന്നെ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് കുറേ കാലമായിട്ട് തിരുവനന്തപുരം തൃശ്ശൂരിലാണ്. അപ്പം എല്ലാ ചടങ്ങുകളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവാറുണ്ട്, കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു വിയോഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എല്ലാം ദൈവനിശ്ചയം എന്നല്ല, എന്താ പറയാ, വളരെ അടുത്ത ബന്ധമായിരുന്നു പേഴ്സണലായിട്ട്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വാളയാർ കേസിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതിയാക്കിയ CBI നടപടി അപലപനീയമാണെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ. കേരള പോലീസിന്റെ അന്വേഷണത്തിനപ്പുറം CBIക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാനായിട്ടില്ല എന്നും പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോൺ ജോൺ പറഞ്ഞു. 2017 ജനുവരിയിലും മാർച്ചിലുമായിട്ടാണ് വാളയാറിൽ 2 പെൺകുട്ടികൾ മരണപ്പെടുന്നത്. കൊലപാതകമാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കൾ പരാതി നൽകിയത്. ഈ കേസിലാണ് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിൽ തൃപ്തിയില്ലാതെ വന്നതോടെയാണ് രക്ഷിതാക്കൾ CBIയെ സമീപിച്ചത്. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ സെക്ഷൻ 21 പ്രകാരം രക്ഷിതാക്കൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ വിവരം നൽകാൻ വൈകി എന്നത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സ്വാഭാവികവുമാണ്. സുപ്രീം കോടതിയുടെ വിധികൾക്കെതിരായാണ് CBIയുടെ കുറ്റപത്രം. പെൺകുട്ടികളുടെ മരണം ആത്മഹത്യ മൂലമാണോ കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ അതൊന്നും പരിശോധിക്കാതെ നിയമത്തെ വക്രീകരിക്കുകയാണ് CBI നടത്തിയത്. വാളയാർ കേസിന്റെ നിജസ്ഥിതി പൊതുജനത്തെ അറിയിക്കാനായി ജനുവരി 25-ന് വാളയാർ മുതൽ കളക്ടറേറ്റ് വരെ കാൽനട ജാഥ സംഘടിപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് ജോൺ ജോൺ പറഞ്ഞു. ആ സെക്ഷൻ 21 പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ച് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു റിപ്പോർട്ട് ഓർ റിപ്പോർട്ട് കേസ് ചെയ്യേണ്ടത് പോലീസാണ്. അപ്പോൾ ഫെയിലിയർ ടു റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വന്നാൽ അവർക്കെതിരെ ആണ് നടപടി വേണം എന്നാണ് സെക്ഷൻ 21 പറയുന്ന 6 മാസത്തെ തടവ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുന്നതെന്ന് പറയുമ്പോൾ പോക്സോ കേസിന് ആസ്പദമായ സംഭവങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അവരെ പിടിക്കാനാണ് പോകുന്നത്. പോക്സോ സംബന്ധമായ വിവരങ്ങൾ മറച്ചുവെച്ച് അല്ലെങ്കിൽ വെളിപ്പെടുത്താതെ വെച്ച് ആ ആൾക്കാരെ പിടികൂടാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വകുപ്പ് വെച്ചിരിക്കുന്നത്, കഠിനമായ വകുപ്പ് വെച്ചിരിക്കുന്നത്. വേറൊരു ഒഫൻസ് രീതിയില്ല എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്നത് ആർക്കെതിരെയാണ് ഉപയോഗിച്ചത്? 2017 മുതൽ 2015 വരെ 7 കൊല്ലത്തിലധികമായി പ്രതികളെ പിടികൂടണം, ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സമരം ചെയ്യുന്ന ഒരു അബലയായ സ്ത്രീക്കെതിരെയാണ് ഈ നിയമത്തിലെ വകുപ്പെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് 7 കൊല്ലമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീക്കെതിരെ.
അവർ വളരെ പിന്നോക്ക സമുദായക്കാർ, സാമ്പത്തികമായി ഒന്നുമില്ലാത്തവർ, സപ്പോർട്ട് ചെയ്യാൻ ആരുടെയും പിന്തുണകൾ ആ കാലങ്ങൾ ഓർക്കണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. സ്വച്ഛ് വാർഡ്, ആത്മനിർഭർ വാർഡ്, സ്വച്ഛതാ ചാമ്പ്യൻ പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു. കുളപ്പുള്ളി ഗസീബോ ഹെറിറ്റേജിൽ നടന്ന പരിപാടി സംവിധായകനും ഷൊർണൂർ നഗരസഭ സ്വച്ഛ് അംബാസഡറുമായ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. അത് ചെയ്യാൻ അത് ക്രൈമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അത് കുട്ടിക്കാലത്ത് പഠിക്കണം. അപ്പൊ ഇന്ന് വന്നപ്പോൾ ചെയർമാൻ പറഞ്ഞ കുട്ടികളാണ് മുഴുവൻ എന്ന് പറഞ്ഞത്. നമ്മൾ കുട്ടികളാണ് വേണ്ടത്. എൻ്റെ പ്രായമുള്ള മൺമണികളൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എന്നെ പോലുള്ള ഒരു 1000 പേരോട് ഇരുന്നിട്ട് അവരെ ഞാനിത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവര് എന്തെങ്കിലും ചെയ്യില്ല. അത് കതിരിൽ വളം വയ്ക്കുന്നത് പോലെയാണ്. ക്യാച്ച് ദം യങ്. കുട്ടികളെ പിടികൂടുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ റോഡിൽ നമുക്ക് ഒരു ക്ലാസ് റൂമുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ റോഡ് നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. വലതുവശം ചേർന്ന് നടക്കണം, ഇടതുവശം വണ്ടി പോകണം എന്നൊക്കെ. പക്ഷെ നിങ്ങൾ പാലിക്കേണ്ട യഥാർത്ഥ മര്യാദകൾ, റോഡിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമുക്കൊരു പാഠമേ ഇല്ല. നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങൾ ഹൈവേയിൽ വണ്ടി എടുത്തിട്ടൊന്ന് ഇറങ്ങിയാൽ ഈ ബൈക്കുകൾ, വലിയ വണ്ടികൾ, ലോറികൾ, നിങ്ങൾ ദൈവം ഉണ്ടെന്ന് എനിക്ക് അത്ര അങ്ങനെ വലിയ വിശ്വാസമുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ ദൈവം ഉണ്ടെന്ന് ചില സമയത്ത് നമുക്ക് തോന്നും. എങ്ങനെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നതെന്ന് നമുക്കറിയില്ല. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM ലക്ഷ്മണൻ, P ജിഷ, K കൃഷ്ണകുമാർ, ഫാത്തിമത്ത് ഫർസാന, കൗൺസിലർ സിനി മനോജ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ, CDS ചെയർപേഴ്സൺ VC സിന്ധു എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകി. ക്ലീൻ സിറ്റി മാനേജർ SS മനോജ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണാക്കി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സ്കറിയ പ്രഖ്യാപനം നിർവഹിച്ചു. നാടപ്പറമ്പ് സെൻട്രൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ടൗൺ ആഴ്ചയിലൊരിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. പരുതൂർ പഞ്ചായത്തിലെ മുഴുവൻ ടൗണുകളും ഹരിത ടൗണുകളായി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും വേസ്റ്റ് ബിൻ സ്ഥാപിച്ച് ടൗണുകൾ ഹരിത ടൗണുകളായി മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിന് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP ഹസൻ സ്വാഗതം പറഞ്ഞു. വഹീദ ജലീൽ, മെമ്പർമാരായ അനിത രാമചന്ദ്രൻ, മുഹമ്മദ് അലി, MP ഉമർ, പഞ്ചായത്ത് സെക്രട്ടറി സാബു, ഹരിത കേരള മിഷൻ അംഗം പ്രവീൺ, വ്യാപാരി വ്യവസായി സമിതി അംഗം സിദ്ദിഖ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം മുഹമ്മദ് ഹാജി, CDS ചെയർപേഴ്സൺ ബാനസീറ, ഹെൽത്ത് ഇൻസ്പെക്ടർ P ദിവ്യ, ഹരിത കർമ്മസേന കോർഡിനേറ്റർ K അരുൺകുമാർ, മറ്റ് കർമ്മസേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിത പ്രതിജ്ഞയും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭയുടെ MCF ആൻഡ് RRF കേന്ദ്രം സംവിധായകൻ ലാൽ ജോസ് സന്ദർശിച്ചു. ജനപ്രതിനിധികൾക്കും ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും വനിതാ ഹരിത കർമ്മസേനാംഗങ്ങൾക്കുമൊപ്പം വെള്ളിയാഴ്ച രാവിലെയാണ് ലാൽ ജോസ് ഇവിടെ എത്തിയത്. കുട്ടികളുടെ ഹരിതസഭയും സ്വച്ഛതാ ചാമ്പ്യൻ പ്രഖ്യാപനവും ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് ലാൽ ജോസ് ഷൊർണൂരിലെത്തിയത്. ഹരിതകർമ്മസേന അംഗങ്ങൾക്കൊപ്പവും ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കൊപ്പവും അദ്ദേഹം സമയം ചെലവഴിച്ചു. സെൽഫിയും മറ്റുമെടുത്താണ് MCFൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ SS മനോജ്, കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. MCF ആൻഡ് RRF എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം സന്ദർശന പുസ്തകത്തിൽ ലാൽ ജോസ് രേഖപ്പെടുത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിൽ പേര് വന്നിട്ടും വീട് ലഭിക്കാതെ പഞ്ചായത്തിൽ കാത്തിരുന്നു വലയുകയാണ് അപേക്ഷകർ എന്ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി എം അൻവർ സാദിഖ് പറഞ്ഞു. ജനറൽ ലിസ്റ്റിൽ 204 പേരിൽ 20ഓളം പേർക്ക് മാത്രമാണ് വീട് ലഭിച്ചതെന്നും അർഹരായവർക്ക് കുടുംബങ്ങൾക്ക് മുഴുവൻ വീട് ലഭ്യമാക്കാനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. വിധവകളും രോഗികളുമായി നിരവധി അപേക്ഷകർ പഞ്ചായത്ത് കയറി അലയുകയാണെന്നും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഈ പദ്ധതിയുടെ മേനി പറഞ്ഞു നടക്കുന്ന സർക്കാരും ഇതിന്റെ യഥാർത്ഥ സ്ഥിതി കണ്ടെത്താൻ സമയം കണ്ടെത്തണമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. ഇതുവരെ നാമമാത്രമായവർക്കാണ് വീട് ലഭിച്ചതെന്നും അതിൽ തന്നെ മുഴുവൻ തുക ലഭിച്ചിട്ടില്ല എന്നും അൻവർ സാദിഖ് കൂട്ടിച്ചേർത്തു. പാലക്കാട് ബ്ലോക്കിൽ തന്നെ ഏറ്റവും കുറവ് ബ്ലോക്ക് ഫണ്ട് ലഭിച്ചത് മണ്ണൂർ പഞ്ചായത്തിനാണെന്നും പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വാധീനമുണ്ടായിട്ട് പോലും കൂടുതൽ ഫണ്ട് ലഭിക്കാനുള്ള നടപടികൾ ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല എന്നും അൻവർ സാദിഖ് പറഞ്ഞു. വർഷങ്ങളായി ഷെഡിൽ കഴിഞ്ഞവർ ബാങ്ക് വായ്പ എടുത്ത് വീട് വെച്ചെങ്കിലും ഇപ്പോൾ ജപ്തി നടപടി നേരിടുകയാണെന്നും എത്രയും വേഗം ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. അവർ മുട്ടാത്ത വാതിലുകളില്ല. കുറെ ആളുകൾ ഷെഡിൽ താമസിക്കാൻ നിവൃത്തിയില്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവർ വീട് പൂർത്തീകരിച്ച ആളുകളുണ്ട്. അവർ ഇപ്പോ അത് അടയ്ക്കാൻ പറ്റാതെ ജപ്തി ഭീഷണിയിൽ നോട്ടീസ് വന്ന് ബാങ്കുകാർ വീടിൽ നോട്ടീസ് ഒട്ടിക്കുന്ന പല ആളുകളും എന്നെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം ലൈഫിൽ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മണ്ണൂർ പഞ്ചായത്തിലെ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് കിട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KSSPU പറളി യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം പറളി ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ ഉദ്ഘാടനം ചെയ്തു. പേഷ്യൻസിന്റെ സംഘടന എന്താണ് നമുക്കറിയാം. ഒരു ജോലി കിട്ടി ചിലപ്പോൾ വയറ്റിലിറങ്ങി 20 വർഷം തുടങ്ങി 56 വയസ്സ് വരെയുള്ള കാലഘട്ടം ജോലി കിട്ടി. അതിനുശേഷം കല്യാണം, കുട്ടികൾ, അവരുടെ പഠിത്തം, അതുപോലെ കല്യാണ ചെലവ് എല്ലാം കഴിഞ്ഞ് ഒരു വിശ്രമ വേളയാണ് ശരിക്കും പറഞ്ഞാല്. ഈ വിശ്രമ വേളയിൽ നമ്മുടെ വീട്ടിൽ നിൽക്കാതെ തന്നെ നമ്മുടെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളിലും അവർക്ക് കിട്ടേണ്ട സൗകര്യത്തിന് പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KM പുലരി ചൊല്ലിയ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് TV ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി CA മുരളീധരൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ രാധാറാണി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സരസ്വതി ടീച്ചർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. റൂറൽ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ S മോഹനൻ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായി. PV ചാമുണ്ണി പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി, റൂറൽ ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ്, സംസ്ഥാന കൗൺസിൽ അംഗം PR രാജേശ്വരി, റൂറൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാലൻ, യൂണിറ്റ് രക്ഷാധികാരികളായ N മാണിക്കൻ, MC ബാലൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KT രാമദാസ് സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PA നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 5 വർഷം 50 വീട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം CMN ട്രസ്റ്റ് നിർധനർക്ക് നൽകുന്ന 8ഓളം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 12 വൈകിട്ട് 6 മണിക്ക് ഈസ്റ്റ് മനശ്ശേരിയിൽ മന്ത്രി MP രാജേഷ് ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോലാണ് കൈമാറുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 വീടുകളിൽ പണി പൂർത്തിയാക്കിയ 8 എണ്ണമാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത്. ബാക്കി 2 എണ്ണം ഫെബ്രുവരി മാസത്തിൽ കൈമാറും. സംസ്ഥാനത്തെ നിർധനരായ കുടുംബങ്ങൾക്കാണ് 50 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 10 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കുന്നത്. 2014 രൂപീകരിച്ച ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നാളിതുവരെയായി ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പമ്പാവാസൻ നായർ, കലാദേവി പമ്പാവാസൻ, മുരളീധരൻ, PK സുരേഷ്, രഘുനാഥൻ, ഇസഹാക്ക് ചേക്കു എന്നിവരാണ് ട്രസ്റ്റിൻ്റെ ബോർഡ് അംഗങ്ങൾ. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രമുഖ സംരംഭകനായ പമ്പാവാസൻ നായർ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായുള്ള CMN ട്രസ്റ്റ് അതിൻ്റെ ദശാബ്ദി വേളയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നടത്തിയ ചടങ്ങിലാണ് 10 വീടുകൾ പ്രഖ്യാപിച്ചത്.
500 ചതുരശ്ര അടിയിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലൈറ്റ്, ഫാൻ, ഗ്യാസ് അടുപ്പ് മുതലായവയും കുടുംബനാഥയ്ക്ക് ട്രസ്റ്റ് നൽകും. അശരണരായ നിരാലംബർക്ക് വെയിലും മഴയും ഭയക്കാതെ കിടന്നുറങ്ങാൻ കെട്ടുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ അമരക്കാരനാവാൻ സാധിക്കുന്നതിൻ്റെ സംതൃപ്തിയിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. ഇത്തരം പദ്ധതികൾക്കൊപ്പം ചികിത്സാ ധനസഹായം ഉൾപ്പെടെ ട്രസ്റ്റ് നൽകി വരുന്നുണ്ട്. ഫ്രണ്ട് പേജിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ അപേക്ഷയ്ക്കുള്ള ഫോം, അതുകൂടാതെ ഈ അർഹത നേടാൻ അപേക്ഷകർ അർഹത നേടാനുള്ള വ്യവസ്ഥകളും നിബന്ധനകളൊക്കെ ആ ലിങ്കിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 100-ൽ പരം അപേക്ഷകൾ കിട്ടുകയുണ്ടായി. ഈ 100-ൽ പരം അപേക്ഷകൾ നമ്മൾ പലതും വ്യവസ്ഥകളോ നിബന്ധനകളോ ഒക്കെ പാലിക്കാത്ത അപേക്ഷകളായിരുന്നു പലരും അയച്ചത്. അപേക്ഷ അയക്കാനുള്ള മാതിരി പിന്നെ നമ്മൾ ആ വ്യവസ്ഥകളും നിബന്ധനകളൊക്കെ നോക്കി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 10-40 പേരോളം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് വന്ന സമയത്ത് വീണ്ടും നമ്മളൊരു 10-30ഓളമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇവരെ വിസിറ്റ് ചെയ്യാനുണ്ടായത്. കാരണം എന്ന് വെച്ചാൽ ട്രസ്റ്റിൻ്റെ ഓഫീഷ്യൽസായ ചേക്കു, പിന്നെ സന്തോഷ്, അനീഷ്, ഇവരെല്ലാവരും ഇവരെ വിസിറ്റ് ചെയ്യലാണ് ഉണ്ടായത്. ഇവരെ വിസിറ്റ് ചെയ്ത് ഇവരോട് സംസാരിച്ച് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം വിലയിരുത്തി കാര്യങ്ങളൊക്കെ ശരിക്കും പരിശോധിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ 10 വീടുകൾ കണ്ടെത്തുകയാണ് ഉണ്ടായത്. CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ, ബോർഡംഗം കലാദേവി പമ്പാവാസൻ, PT നരേന്ദ്രമേനോൻ, ഗോപിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കാരേക്കാട് അയ്യപ്പൻ കോവിലിൽ കെട്ടുവിളക്ക് മഹോത്സവം താലപ്പൊലി വ്യാഴാഴ്ച ആഘോഷിച്ചു. ആറാട്ട്, കുംഭാഭിഷേകം, അഷ്ടപതിക്ക് പൂജ, തായമ്പക, നമ്പ്രം വേലക്കുടയ്ക്ക് സ്വീകരണം, പാണ്ടിമേളം, പാലക്കൊമ്പെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, കോമരങ്ങളുടെ നൃത്തം, ഡബിൾ തായമ്പക, അയ്യപ്പൻ പാട്ട് എന്നിവ നടന്നു. പാലക്കൊമ്പെഴുന്നള്ളിപ്പിനൊപ്പം പൂക്കാവടിയും കാവടിയാട്ടവും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാവഗായകന് പ്രണാമമർപ്പിച്ച് കേരളം. അന്തരിച്ച ഗായകൻ P. ജയചന്ദ്രന്റെ സംസ്കാരം നാളെ. സംസ്കാര ചടങ്ങുകൾ നടക്കുക എറണാകുളം പറവൂർ ചേന്നമംഗലം പാലയത്ത് തറവാട്ടിൽ. പ്രിയ ഗായകന് അന്ത്യോപചാരമർപ്പിക്കാൻ തൃശ്ശൂരിലെത്തിയ ആയിരങ്ങൾ. വാളയാർ കേസിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതിയാക്കിയ CBI നടപടി അപലപനീയമെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ. കേസ് അന്വേഷണത്തിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നും CBIക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. വാളയാർ കേസിന്റെ നിജസ്ഥിതി പൊതുജനത്തെ അറിയിക്കാൻ 25-ന് കാൽനട ജാഥ നടത്തും. മാലിന്യമുക്ത നവകേരളം. പരതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണാക്കി പ്രഖ്യാപിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ വേണമെന്ന് അധികൃതർ. ഷൊർണൂരിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.